സന്ദീപ് വാചസ്പതി എന്ന് പറയുന്ന BJP നേതാവ് ഒരു MLA ആയി മാറുകയാണെങ്കിൽ ഈ ഒരു സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ MLA-യുടെ നിയമസഭ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദീർഘമായ വീക്ഷണം എന്തായിരിക്കും? നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒന്നാമത്തെ കാര്യം ഈ നാട്ടിൽ നിൽക്കണം. ഇപ്പൊ ഞാൻ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. നിങ്ങൾ നോക്കൂ, അവിടെ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു 25-30% വീടുകൾ അടഞ്ഞു കിടക്കും. അതെ അതെ, എല്ലാവരും വിദേശത്താണ്. പക്ഷെ നമുക്ക് നിങ്ങളുടെ നാടും നിങ്ങളുടേതും അല്ലാതായിക്കൊണ്ടിരിക്കുന്നു സർ. ഇതിനൊരു പരിഹാരം വേണ്ട. എന്തിനാ ചെറുപ്പക്കാർ പോകുന്നത്? ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടി തന്നെയാണ് പോണത്, ആണല്ലോ. നിങ്ങൾ മുമ്പ് പറഞ്ഞ നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിൽ നിന്നാണ് കൂടുതൽ ചെറുപ്പക്കാർ പോകുന്നത്. വലിയ ആശങ്ക. അവർക്ക് തൊഴിലവസരം ഉണ്ടാവും. പിന്നെ എന്താണ് നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് ഡെവലപ്മെന്റ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അതിനകത്തൊരു ഈ കെട്ടിടം പണിയുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ എവിടെയോ തെറ്റിദ്ധരിച്ചു. സോ നിങ്ങൾ ഈ ആലപ്പുഴ നിങ്ങൾ നോക്കൂ, ആലപ്പുഴയിലെ കായലുകൾ എനിക്ക് തോന്നുന്നു EMSന്റെ കാലഘട്ടം മുതൽ ശുദ്ധീകരിക്കുക. തോമസ് ഐസക് എന്ന് പറയുന്ന MLA ഇവിടുന്ന് 2-3 തവണ ജയിച്ചു. അയാളുടെ ഓരോ പ്രകടന പത്രികയിലുണ്ടായിരുന്നു കായൽ നവീകരിക്കും, കായൽ ശുദ്ധമാക്കും, മറ്റേ സാൻ ഫ്രാൻസിസ്കോ ആക്കും, ഡെൻമാർക്ക് ആക്കും, വെനീസ് ആക്കും എന്നൊക്കെ വലിയ വാചകങ്ങളാണ്. എന്തിയെ ഈ ശുചീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ മറ്റു സൈഡിൽ വീണ്ടും മലിനമാക്കാനായിട്ട് ആളുകൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനാരാണ് ചോദിക്കണം? നിങ്ങൾ അവന്യൂസ് ഒരുക്കിക്കൊള്ളു. നിങ്ങൾ വലിച്ചെറിയാൻ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിൻ്റെ. നിങ്ങൾ പ്രോപ്പർ ഡസ്റ്റ്ബിൻസുകൾ വെച്ചു കൊടുക്കൂ. നിങ്ങൾ പ്രോപ്പർ മലിനീകരണ ശുദ്ധീകരണ പ്ലാന്റുകൾ വെക്കൂ. എവിടെ സർക്കാരിൻ്റെ ഉള്ളത്? ക്ലീൻ കേരള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നീ പ്ലാസ്റ്റിക്കുകളൊക്കെ എവിടേക്കാണ് പോകുക? ഇതിനൊക്കെ നിങ്ങളിതൊന്നും ചെയ്യില്ല, എന്നിട്ട് ജനം നിയമം തെറ്റിക്കുന്നു എന്ന് പറയാം. അത് സിമ്പിൾ ആണല്ലോ. ഏതാ നിങ്ങൾ എന്നിട്ട് ക്യാമറ വെച്ച് ജനങ്ങളെല്ലാം പിടിച്ച് പൈസ വസൂലാക്കുക. അതല്ലല്ലോ ചെയ്യേണ്ടത്. നിയമം ലംഘിക്കാതിരിക്കാനുള്ള സാഹചര്യം കൂടെ അവന് എനിക്ക് തരാൻ വഴിയില്ല. വേറെ ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ക്യാമറ വെച്ച് ഫൈൻ ഈടാക്കേണ്ടി വരുന്നത്. സർക്കാരിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയില്ല, ജനത്തിനുണ്ടത്. എനിക്ക് വേറെ നിവൃത്തിയില്ല. എന്റെ വീട്ടിൽ വരുന്ന മാലിന്യം ഇന്ന് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കിത് വലിച്ചെറിയലേ വേറെ ഓപ്ഷൻ ഇല്ല.